കൃത്യമായി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഫീഡ്ബാക്കും അവരുടെ ഇൻപുട്ടും ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മൂല്യവത്താണ്. തീർച്ചയായും അവരെ കടയടഞ്ഞു പോകും. അവർ അങ്ങനെയുള്ള ഒരു ഭവിഷ്യത്ത് അവർ അനുഭവിക്കുന്ന വരുന്ന സമയത്ത് അത് കുറച്ചും കൂടെ കുറയ്ക്കാൻ പറ്റുന്നുള്ളതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ഓണത്തോടനുബന്ധിച്ച് വ്യാജ മദ്യനിർമ്മാണവും ലഹരി ഉപയോഗവും തടയുന്നതിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അവലോകന യോഗം ചേർന്നു. നജീബ് കാന്തപുരം MLA യോഗം ഉദ്ഘാടനം ചെയ്തു. ലഹരി വിൽപ്പന സംഘത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ യോഗം തീരുമാനിച്ചു. ഓണാഘോഷത്തിൽ വ്യാജന്മാർ കയറിക്കൂടുന്നത് തടയാൻ സംസ്ഥാന വ്യാപകമായി സർക്കാർ നടപടി സ്വീകരിച്ചു വരികയാണ്. വ്യാജമദ്യവും ലഹരി വസ്തുക്കളും സമൂഹത്തെ കാർന്നു തിന്നുന്ന വിഷവസ്തുക്കളായി മാറുമ്പോൾ യുവതലമുറ നാശത്തിലേക്ക് തള്ളി നീക്കപ്പെടുകയാണ്. ഇതിന് തടയിടാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എക്സൈസ് വകുപ്പും ശക്തമായ ബോധവൽക്കരണമാണ് നടത്തിവരുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഓണത്തോടനുബന്ധിച്ച് വ്യാജമദ്യ നിർമ്മാണവും ലഹരി ഉപയോഗവും തടയാൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അവലോകന യോഗം ചേർന്നത്. നജീബ് കാന്തപുരം MLA യോഗം ഉദ്ഘാടനം ചെയ്തു. ലഹരി എന്ന വിപത്തിനെ പൊതുപ്രശ്നമായി കാണാതെ അവനവന്റെ വീട്ടിലെ പ്രശ്നമായി കാണണമെന്നും യുവതലമുറയെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു. അവനവന്റെ കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷകളുമാണ് ഇവർ തല്ലിന്നുള്ള നല്ല ബോധ്യത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകണം. അപ്പൊ നേരത്തെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, മൈക്രോ ലെവലിലേക്ക് ഇത് കൊണ്ടുപോകാൻ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസുകളെ നമുക്കിതിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇപ്പോൾ കുടുംബശ്രീകളാവട്ടെ, നമ്മളെ ക്ഷേത്ര കമ്മിറ്റികള്, കമ്മിറ്റികള്, അങ്ങനത്തെ പൊതുസ്ഥാപനങ്ങള്, ക്ലബ്ബുകള്, ഇതെല്ലാം യോജിച്ചുകൊണ്ട് നമുക്ക് അതിലേക്ക് കൊണ്ടുപോകാം. പിന്നെ ജനപ്രതിനിധികളെ നിലക്ക് പഞ്ചായത്ത് തലത്തിൽ നമുക്ക് ഇതിന്റെ ഒരു മോണിറ്ററിംഗ് ഒരു ബോഡി നമുക്ക് പഞ്ചായത്ത് തലത്തിൽ ഉണ്ടാക്കാം. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ലഹരിക്കെതിരെയുള്ള നടപടി എല്ലാ കാലത്തും കർശനമാക്കണമെന്നും ഉദ്യോഗസ്ഥർ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനപ്രതിനിധികളെ യഥാസമയം അറിയിക്കണമെന്നും AK മുസ്തഫ പറഞ്ഞു. ക്വാർട്ടർലി മീറ്റിങ്ങുകൾ അത് ഒരു കാരണവശാലും മുടക്കം വരാൻ പാടില്ല. അത് റെഗുലറായിട്ട് കൂടണം. ഓരോ സമയത്തും ഉണ്ടാകുന്ന കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് ആ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടണം. കാലത്തിനനുസരിച്ച് ഈ ലഹരി ഉപയോഗത്തിൻ്റെയും അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളുടെയും മാറ്റങ്ങൾ ഇവർ പറഞ്ഞു വരുമ്പോൾ മാത്രമാണ് ജനപ്രതിനിധികളും സമൂഹവും മനസ്സിലാക്കുക. അപ്പോൾ കൃത്യമായി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഫീഡ്ബാക്കും അവരുടെ ഇൻപുട്ടും ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മൂല്യവത്താണ്. അത് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതിനോളം കുറ്റമറ്റ രീതിയിൽ വേറെ ഒരു സോഴ്സിൽ നിന്നും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് കിട്ടില്ല. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KT അഫ്സൽ, CM മുസ്തഫ, പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു, AK നാസർ, അഡ്വക്കേറ്റ് അബ്ദുൽ സലാം, അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, നാലകത്ത് ഷൗക്കത്ത്, ഹാരിസ്, സൽമാൻ, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ V അനൂപ്, പ്രിവന്റീവ് ഓഫീസർമാരായ TS പ്രസാദ്, സായിറാം, സിവിൽ എക്സൈസ് ഓഫീസർ M അനീഷ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. എക്സൈസ് ഓഫീസും പോലീസ് സ്റ്റേഷനും അടുത്തടുത്താണ് നിൽക്കുന്നത്. പൊതുവെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, പോലീസ് സ്റ്റേഷനിലാണ് ഇത്തരത്തിലുള്ള MBBS കേസസും അതുപോലെ തന്നെ അബ്കാരി കേസസ് അവർ ചാർജ് ചെയ്യുന്നതെങ്കിൽ ഒന്നുകൂടി ഒരു പത്രമാധ്യമങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കാറുണ്ട്. കാരണം അവിടെ എപ്പോഴും ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടാവാറുണ്ട്. അത്തരത്തിലൊരു കാര്യം നിങ്ങൾ കൂടി പ്രാവർത്തികമാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പബ്ലിഷ് ആവുക എന്നുള്ളൊരു കാഴ്ചപ്പാട് വരുമ്പോൾ ആളുകൾ പൊതുവെ കുറയാൻ വരും. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു വരികയാണെന്നും പുകയില ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ പിടികൂടുന്ന സ്ഥാപനങ്ങൾക്ക് ഫൈൻ ചുമത്തുന്നതോടൊപ്പം ഈ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്ക് നൽകുമെന്നും എക്സൈസ് ഇൻസ്പെക്ടർ V അനൂപ് പറഞ്ഞു. നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ പിടികൂടുന്ന കഥകളെ അവർക്ക് 200 രൂപ ഫൈനോടൊപ്പം അതായത് തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്കും അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ട അധികാരികൾക്ക് കത്തയച്ച് അവരുടെ ലൈസൻസ് നിലവിൽ റദ്ദ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാനുള്ള ഒരു നടപടിയാണ് നമ്മൾ സ്വീകരിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും അവരെ കടയടഞ്ഞു പോകും. അവർ അങ്ങനെയുള്ള ഒരു ഭവിഷ്യത്ത് അവർ അനുഭവിക്കുന്ന വരുന്ന സമയത്ത് അത് കുറച്ചും കൂടെ കുറയ്ക്കാൻ പറ്റുന്നുള്ളതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും വ്യാജമദ്യ നിർമ്മാണം കണ്ടെത്താൻ ജനപ്രതിനിധികളും എക്സൈസ് ഉദ്യോഗസ്ഥരും രംഗത്തിറങ്ങും. നാട്ടുകാരുടെ സഹകരണത്തോടെ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും അവലോകന യോഗം തീരുമാനിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ.
ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ. BKCC Heart Hospital, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.